അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, യഥാർത്ഥത്തിൽ ആത്മീയ ചികിത്സകരും ഭൗതിക ചികിത്സകരുമായ നിരവധി ചികിത്സകരെ നമുക്ക് കാണാം. ഭൗതികമായ മരുന്നുകളെ കൊണ്ട് നാം ചികിത്സിക്കുമ്പോൾ ആ മരുന്നിനെ കുറിച്ച് വ്യക്തമായ വിവരം നമുക്ക് വേണം. പുസ്തകങ്ങൾ നോക്കി നാം വായിച്ചു, മരുന്നിനെ കുറിച്ച് പഠിച്ചു. ആരെങ്കിലും വരുമ്പോൾ അതിന് നമ്മൾ ചികിത്സ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ, അഥവാ ചികിത്സാ സംബന്ധമായി പൂർണ്ണ വിവരമില്ലാത്ത ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ നോക്കി ഉചിതമാണെന്ന് കണ്ടതുകൊണ്ട് ആർക്കെങ്കിലും ചികിത്സ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി, ചിലപ്പോൾ അതുകൊണ്ട് ഗുണം ലഭിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഗുണം ലഭിച്ചില്ലെന്ന് വരാം. അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ രോഗം മാത്രമായിരിക്കില്ല അയാൾക്കുണ്ടാകുന്നത്. ഇയാള് ഗ്രന്ഥം നോക്കി വായിച്ചുകൊണ്ട് നടത്തുന്ന ചികിത്സ അനുസരിച്ച് ആ ഒരു രോഗത്തിനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ അയാളിൽ തന്നെ അതിൻ്റെ വിരുദ്ധ രോഗങ്ങൾ ഉണ്ടാകുകയും ഈ മരുന്ന് അയാൾക്ക് ശരീരത്തിന് ഹാനികരമായി തീരുകയും ചെയ്യുന്നതാണ്. ഇത് മനസ്സിലാക്കാനുള്ള പരിപൂർണ രോഗനിർണയം വ്യക്തമായി പഠിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഗ്രന്ഥം വായിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ചികിത്സ ഹറാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതേക്കുറിച്ച് വിശദമായി തന്നെ തന്റെ ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചികിത്സാരി താൻ ഗുണം ചെയ്യുന്നു എന്ന് വിചാരിച്ച് ചികിത്സ നടത്തിയത് പ്രകാരം ഉപദ്രവം വല്ലതും ഉണ്ടായാൽ പാരത്രിക ലോകത്ത് അവൻ കുറ്റക്കാരനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മഹാശിക്ഷയ്ക്ക് അവൻ കാരണക്കാരനാവും. കാരണം ഒരു വ്യക്തിയെ അവൻ അറിയാത്ത ചികിത്സ നടത്തിക്കൊണ്ട് അപകടത്തിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആ ജോലിയിൽ നിന്ന് പിൻവാങ്ങുകയുമാണ് ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ പറയുന്നു. ഇല്ലെങ്കിൽ അവൻ വിനാശ വിധേയരിൽപ്പെട്ടു പോകും. ജനങ്ങളിൽ നിന്ന് അവൻ വാങ്ങുന്ന പ്രതിഫലം ഉപയോഗിക്കൽ അവന് ഹറാമാണ്. കാരണം അവൻ നിർദ്ദേശിക്കുന്ന ഔഷധവും മറ്റ് യഥാവിധി അവനെ അറിയാമെന്ന് ധരിച്ചുകൊണ്ടാണ് അവൻ അത് നൽകിയത്. അവന്റെ പ്രവർത്തനം മൂലം അവൻ കുറ്റക്കാരനും ശിക്ഷാർഹനുമാണെന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരിൽ ഒരാളും അവന് കാശ് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ആ പ്രതിഫലം അവൻ കൈപ്പറ്റിയിട്ടുള്ളത് വഞ്ചനയും വ്യാജവും അനീതിയും അക്രമവും നിറഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ കാശ് വാങ്ങൽ അവന് ഹറാമാണ്. മാത്രമല്ല, വിദഗ്ധ ചികിത്സാരികളിൽ ഒരാൾ പറഞ്ഞത് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ മറ്റു പണ്ഡിതന്മാർക്ക് മാരകങ്ങളാണ്. അതായത് ഇന്ന ഔഷധം ഇന്ന രോഗത്തിന് ചികിത്സയാണെന്ന് അവരതിൽ കാണുകയും ആ ഔഷധത്തോട് വിരുദ്ധമായ വല്ല നിഗൂഢ രോഗം ശരീരത്തിലുള്ളതിനെ കുറിച്ച് അശ്രദ്ധരായിക്കൊണ്ട് ആ രോഗത്തിന് ആ ഔഷധം അവർ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അവർ പ്രയോജനമെന്ന് വിചാരിച്ചത് മാരകമായി ഭവിക്കുന്നതാണ്. ശരീരത്തിൽ ഔഷധ വിരുദ്ധമായത് ഒന്നും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ആ ഔഷധത്തിന്റെ പ്രയോഗം ഗുണമാവുകയുള്ളൂ. ഗ്രന്ഥവരികളിൽ നിന്ന് മാത്രമല്ലാതെ വൈദ്യശാസ്ത്രജ്ഞന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് ചികിത്സാ ശാസ്ത്രം പഠിച്ച വിദഗ്ധനായ ചികിത്സാരിക്ക് മാത്രമേ അതറിയാൻ സാധിക്കൂ എന്നാണ് ഇങ്ങനെയുള്ള വിദഗ്ധ ചികിത്സാരികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എങ്കിൽ അത് മനസ്സിലാക്കാതെ ചികിത്സിച്ചാൽ എല്ലാ നിലക്കും അത് അപകടമാണ്. അവന്റെ ദുനിയാവും ആഖിറവും അത് നഷ്ടപ്പെടാൻ കാരണമായി തീരുകയും ചെയ്യും എന്ന് മഹാന്മാർ ഉദ്ധരിച്ചത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അള്ളാഹു ആത്മീയവും ഭൗതികവുമായ ചികിത്സാ രംഗത്ത് അതിനേറ്റവും അർഹരായ ആളുകളുമായി സമീപിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.